മാത്സ് പരീക്ഷ എഴുതുന്ന എല്ലാ +1 വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി പരീക്ഷ എഴുതുന്ന എല്ലാ +2 വിദ്യാർത്ഥികൾക്കും ഈ പ്രത്യേക വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പരമാവധി 60 മാർക്ക് വരെ നേടാവുന്ന +1 മാത്സ് പരീക്ഷയ്ക്ക് 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 2 അധിക ചോദ്യങ്ങളും 6 മാർക്കിൻ്റെ ഒരു അധിക ചോദ്യം കൂടി 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ 6 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 3 മാർക്ക് വീതം. 9 മുതൽ 16 വരെയുള്ള 8 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 6 എണ്ണത്തിനാണ് കുട്ടികൾ ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 4 സ്കോർ വീതം. 17 മുതൽ 20 വരെ തന്നിട്ടുള്ള 4 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 6 മാർക്കാണ് ഓരോന്നിനും കുട്ടികൾക്ക് ലഭിക്കുക. ഇങ്ങനെ 80 മാർക്കിൻ്റെ ചോദ്യമാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അതിൽ ഫുൾ മാർക്ക് നേടാൻ NCERT ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും വളരെ നന്നായി മനസ്സിലാക്കി എഴുതി പഠിക്കേണ്ടതുണ്ട്. ഓരോ കോൺസെപ്റ്റുകളും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ അറിയേണ്ടതുണ്ട്. +2 മാത്സുമായി താരതമ്യം ചെയ്യുമ്പോൾ +1 മാത്സ് വളരെ ലളിതമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു അധ്യായം പോലും ഒഴിവാക്കാനാവില്ല, ഒഴിവാക്കേണ്ടതായിട്ടുമില്ല. ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ട്രിഗണോമെട്രി ഫങ്ഷൻസ്, കോംപ്ലക്സ് നമ്പേഴ്സ്, ലീനിയർ ഇൻഇക്വാളിറ്റി, permutations and combinations, binomial theorem, sequences and series, straight lines, conic sections, introduction to three-dimensional geometry, limits and derivatives, statistics, probability. ഇങ്ങനെയുള്ള 14 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. ഇവിടെ ഓരോ ചാപ്റ്ററിൽ നിന്നും അവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കോൺസെപ്റ്റ് പ്രകാരമുള്ള മുൻവർഷങ്ങളിൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഓരോരോ വീഡിയോ ആയി ക്രമീകരിക്കുന്നു. ഓരോ വീഡിയോയും ആവർത്തിച്ച് കാണുന്നവർക്ക് +1-ന് ഉയർന്ന മാർക്കുകൾ നേടാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ലെറ്റ് ക്യാപിറ്റൽ U ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 be a universal set. Capital A equal to 2 4 6. Capital B equal to 2 3 5 7 are two subsets of U. Find A dash, B dash, A union B. Verify that A union B all dash equal to A dash intersection B dash. Verify that A intersection B union A minus B equal to capital A. Write all subsets of A. ഇങ്ങനെ ഒരേ U A B ഇങ്ങനെയുള്ള സെറ്റ് തന്നിട്ട് അതിൽ നിന്ന് എല്ലാം ഒന്നിച്ച് കാണുകയാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഇതേ സെറ്റ് ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ വെൻ ഡയഗ്രാം ഉപയോഗിച്ച് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളും കൂടിയാണ് ഈ വീഡിയോയിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നത്. നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. U, A അതുപോലെ തന്നെ B ഇതാണ് തന്നിരിക്കുന്ന സെറ്റ്. ഇതിൽ നിന്ന് നാം കാണുന്നത് A ഡാഷ്. നമുക്കറിയാം A ഡാഷ് എന്ന് പറഞ്ഞാൽ Aക്ക് വെളിയിലുള്ളത്, Aക്ക് പുറത്തുള്ളത്. അതായത് യുവിൽ നിന്ന് A സബ്ട്രാക്റ്റ് ചെയ്യുക എന്ന് ചുരുക്കം. ആകെയുള്ള 8 എലമെൻറ്റിൽ നിന്ന് 2 4 6 ഒഴിവാക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. അതായത് 1 2 3 4 5 6 7 8-ൽ നിന്ന് 2 4 6 ഒഴിവാക്കുക എന്ന് സാരം. അപ്പോൾ അതായത് 1 എന്ന എലമെൻ്റ് ഉണ്ടായിരിക്കും, 2 ഉണ്ടാകില്ല, 3 4 ഉണ്ടാവില്ല, ദെൻ 5 6 ഉണ്ടാവില്ല, 7 ആൻഡ് 8. ഈ എഴുതിയ A ഡാഷിൽ 1 3 5 7 8-ൽ 2 4 6 ഉണ്ടായിരിക്കില്ല. യുവിലുള്ള 2 4 6 എന്നീ എലമെൻറ്റുകൾ ഉണ്ടായിരിക്കില്ല. ഇതിനെയാണ് A ഡാഷ്. യുവിൽ നിന്ന് A സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഇതേപോലെ B ഡാഷ് ഈക്വൽ ടു U മൈനസ് B. യുവിലുള്ളതിൽ നിന്ന് 2 3 5 7 ഒഴിവാക്കുന്നു. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 1 ഉണ്ടായിരിക്കും, ദെൻ 4 6 ആൻഡ് 8. ഇപ്പോൾ A ഡാഷും B ഡാഷും കണ്ടെത്തി. ദെൻ A യൂണിയൻ B. നമുക്കറിയാം A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എയിലോ ബിയിലോ ഉള്ള എലമെൻറ്റുകൾ. എയിലെ എലമെൻറ്റും ബിയിലെ എലമെൻറ്റും 2 കോമൺ ആണ്. അതുകൊണ്ട് 2 ഒരു തവണയേ എഴുതാൻ സാധിക്കുള്ളൂ എന്നതാണ് ചുരുക്കം. അപ്പോൾ 2 എലമെൻറ്റ്, ദെൻ 3 4 5 6 7 ഓർഡറിൽ എഴുതി എന്ന് മാത്രം. ദെൻ അടുത്തതായിട്ട് A യൂണിയൻ B ഓൾ ഡാഷ്. നേരത്തെ എഴുതിയ ഫോർമുല പ്രകാരം തന്നെ യുവിൽ നിന്ന് A യൂണിയൻ B സബ്ട്രാക്റ്റ് ചെയ്യുന്നു. A യൂണിയൻ B എന്ന് പറഞ്ഞാൽ 2 മുതൽ 7 വരെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഒരു 1 ഉണ്ടാവും, ഒരു 8 ഉണ്ടാവും എന്ന് അർത്ഥം. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയത് A യൂണിയൻ B ഓൾ ഡാഷ് കിട്ടി. ഇനി നേരത്തെ കണ്ട
എ ഡാഷ് കണ്ടുവച്ചിട്ടുണ്ട്, അതുപോലെ ബി ഡാഷും കണ്ടെത്തി കഴിഞ്ഞു. എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. നമുക്കറിയാം ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയ എലമെൻറ്റുകൾ. എ ഡാഷിലും ബി ഡാഷിലും പൊതുവായത് 1 എന്ന എലമെൻ്റ് ഉണ്ട്, 8 എന്ന എലമെൻ്റ് ഉണ്ട്. 3 എന്ന എലമെൻ്റ് എ ഡാഷിലുണ്ട്, പക്ഷേ ബി ഡാഷിലില്ല. 4 ബി ഡാഷിലുണ്ട്, എ ഡാഷിലില്ല. രണ്ടിലും കൂടിയുള്ളത് 1ഉം 8ഉം മാത്രം. ഇപ്പം നമുക്കിവിടെ കിട്ടിയത് എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്നുള്ളതും 1,8 ആണ്. എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്നുള്ളതും 1,8 ആണ്. ഈ റൂളിനെയാണ് ഡി മോർഗൻ ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് ഇങ്ങനെ പറയാം, therefore എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് എ മൈനസ് ബി. നേരത്തെ കണ്ട യു മൈനസ് എ അതേ രീതിയിൽ തന്നെ യു മൈനസ് എ കണ്ടത് യുവിൽ നിന്ന് എയിലുള്ളത് ഒഴിവാക്കുന്നു. അതുപോലെ എ മൈനസ് ബി കാണാൻ എയിലുള്ളതിൽ നിന്ന് എയിലും ബിയിലുമുള്ളത്, അതായത് കോമൺ ആയത് ഒഴിവാക്കുന്നു. എയിലുള്ള എലമെൻറ്റ് 2, 4, 6, ബിയിലുള്ള എലമെൻറ്റ് 2, 3, 5, 7. രണ്ടിലും കോമൺ ആയത് 2 ആണ്, അത് എയിൽ നിന്ന് ഒഴിവാക്കുന്നു. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4,6. ഇതേ രീതിയിൽ ബി മൈനസ് എയും നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും പൊതുവായത്, രണ്ടിലും കോമൺ ആയത് 2 മാത്രം. അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടെത്താം. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളത് 2 ആണ്, എ മൈനസ് ബി 4, 6 ആണ്. അതായത് 2, 4, 6. 2, 4, 6 എന്ന് പറഞ്ഞാൽ അത് എ എന്ന സെറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് എ. ഇതാണ് അടുത്തതായിട്ട് കണ്ടെത്തിയത്. ഇനി നമുക്കിതിൻ്റെ കൂടെയുള്ളത് സബ്സെറ്റ് കാണാനാണ്. എ എന്ന എലമെൻറ്റിൻ്റെ സബ്സെറ്റ്. എ എന്ന എലമെൻറ്റ് 2, 4, 6 ആണ്. 3 എലമെൻറ്റുകളാണ് അതിലുള്ളത്. അതിൽ സബ്സെറ്റായിട്ട് വരുന്നത് ഒന്ന് നൾ സെറ്റ്, ഒരു എലമെൻറ്റും ഇല്ലാത്തത്. ഇനി 2 മാത്രമുള്ളത്, ഒരു എലമെൻറ്റ് മാത്രമുള്ളത്. ദെൻ 2, 4, 6. ഇനി ഏതെങ്കിലും രണ്ടെണ്ണമുള്ളത് 2, 4. മറ്റൊരു രണ്ടെണ്ണമുള്ളത് 2, 6. മറ്റൊന്ന് 4, 6. തുടർന്ന് 3 എലമെൻറ്റും കൂടി വരുന്നത്. ഇവിടെ നാം എഴുതിയത് ആദ്യം ഒരു എലമെൻറ്റും ഇല്ലാത്തത്, തുടർന്ന് ഒരു എലമെൻറ്റ് മാത്രമുള്ളത്, പിന്നെ ഏതെങ്കിലും വ്യത്യസ്തമായ രണ്ടെണ്ണമുള്ളത്, പിന്നെ എല്ലാം കൂടി ഉള്ള എലമെൻറ്റ്. അതായത് ഇവിടെ ടോട്ടൽ 8 എലമെൻറ്റുകളാണ് കിട്ടിയത്. എയിൽ 3 എലമെൻറ്റ് ഉണ്ടെങ്കിൽ എയ്ക്ക് സബ്സെറ്റായിട്ട് വരുന്നത് 2^3. 2^3 8. ഇതുകൊണ്ട് നമുക്കിതിനെ ജനറലൈസ് ചെയ്യാം. ഇഫ് എ ഹാസ് n എലമെൻറ്റ്സ് ദെൻ എ ഹാസ് 2^n സബ്സെറ്റ്സ്. ഇത് പൊതുവായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഈ എലമെൻറ്റുകൾ തന്നെ വെൻ ഡയഗ്രാം ഉപയോഗിച്ച് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, അതായത് യു എന്ന സെറ്റ്, എ എന്ന സെറ്റ്, ബി എന്ന സെറ്റ് ഉപയോഗിച്ച് എ ഡാഷ് കാണണം, ബി ഡാഷ് കാണണം, എ യൂണിയൻ ബി കാണണം, എ ഇൻ്റർസെക്ഷൻ ബി കാണണം, എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്, എ മൈനസ് ബി, ബി മൈനസ് എ എല്ലാം കൂടി ഇതേ സെറ്റ് ഉപയോഗിച്ച് വെൻ ഡയഗ്രാം മുഖേന എക്സ്പ്രസ് ചെയ്യുന്നു. ആദ്യം യു എന്ന സെറ്റ് വരയ്ക്കുന്നു, ദെൻ എ, തുടർന്ന് ബി. ഇനി എയിലുള്ള എലമെൻറ്റ് നമുക്കറിയാം 2, 4, 6. ബിയിലുള്ള എലമെൻറ്റ് 2, 3, 5, 7. ഇവിടെ നേരത്തെ കണ്ട കാര്യം ഒന്നും കൂടി ആവർത്തിക്കാം. എയിലും ബിയിലും പൊതുവായത്, രണ്ടിലും കൂടി ചേരുന്ന ഭാഗത്ത് 2 എലമെൻറ്റ് വരുന്നു. ഇനി ഈ കിട്ടിയ ഇപ്പോൾ കാണുന്ന 2, 3, 4, 5, 6, 7 ഇതാണ് എ യൂണിയൻ ബി. എ യൂണിയൻ ബിക്ക് പുറത്തുള്ള എലമെൻറ്റുകളാണ് 1ഉം 8ഉം. ഇപ്പോൾ യു എന്ന എലമെൻറ്റിലെ എല്ലാ എലമെൻറ്റും രേഖപ്പെടുത്തി കഴിഞ്ഞു. നമുക്കിനി ഇതിലെ എ യൂണിയൻ ബി നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി കാണാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 1, 8 ഒഴികെയുള്ളത്, 1ഉം 8ഉം ഒഴികെയുള്ളതാണ്. ഒന്നുകിൽ എയുടെയോ അല്ലെങ്കിൽ ബിയുടേതോ ഭാഗമാണ്. ഇനി എ ഇൻ്റർസെക്ഷൻ ബി, രണ്ടിലും പൊതുവായത്. ദെൻ എ മൈനസ് ബി, എയിലുള്ളതിൽ നിന്ന് 2, 4, 6ൽ നിന്ന് കോമൺ ആയ 2 ഒഴിവാക്കുന്നു. ദെൻ ബി മൈനസ് എ, 2, 3, 5, 7ൽ നിന്ന് 2 ഒഴിവാക്കുന്നു. 2 ആണ് കോമൺ. അപ്പോൾ ബി മൈനസ് എ കാണാൻ ബിയിലുള്ളതിൽ നിന്ന്
എയിലും ബിയിലുമുള്ളത് ബിയിൽ നിന്ന് കുറയ്ക്കുന്നു. കുറച്ചും കൂടി ലളിതമായി പറഞ്ഞാൽ ബിയിലുള്ളതിൽ നിന്ന് കോമൺ ആയത് ഒഴിവാക്കുന്നു. ദെൻ എ ഡാഷ് എന്ന് പറഞ്ഞാൽ 2, 4, 6 ഒഴികെയുള്ള എലമെൻറ്റുകൾ. അപ്പോൾ ഇവിടെ 1, 3, 5, 7, 8 എന്നുള്ളതിൽ 2, 4, 6 ഉണ്ടായിരിക്കില്ല എന്ന് ചുരുക്കം. അതുപോലെ ബി ഡാഷ് ഈക്വൽ ടു സെറ്റ് 1, 4, 6, 8. അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. ഈ എ യൂണിയൻ ബി എന്നുള്ളത് 3 വ്യത്യസ്ത സെറ്റുകളായിട്ട് ക്രമീകരിക്കാം. എ യൂണിയൻ ബി എന്നുള്ള എലമെൻറ്റ് 2, 3, 4, 5, 6, 7 എന്നുള്ളതിനെ 4, 6 എന്നൊരു സെറ്റ്, 2 എന്നൊരു സെറ്റ്, 3, 5, 7 എന്ന സെറ്റ്. അപ്പോൾ ഈ എ യൂണിയൻ ബിയിലുള്ള എലമെൻ്റാണ് 4, 6, നേരത്തെ കണ്ടെത്തിയ 4, 6. ദെൻ അടുത്തതായിട്ട് വരുന്നത് കോമൺ ആയ എലമെൻറ്റ് 2 വരുന്നത് എ ഇൻ്റർസെക്ഷൻ ബി. ദെൻ അടുത്തത് ബി മൈനസ് എ 3, 5, 7. ഇങ്ങനെ എ യൂണിയൻ ബി എന്ന സെറ്റിനെ 3 വ്യത്യസ്ത ഡിസ്ജോയിൻ്റ് സെറ്റുകളുടെ യൂണിയനാക്കി ക്രമീകരിക്കാം. ഇതും നമുക്ക് അറിയേണ്ട മറ്റൊരു ആശയം തന്നെയാണ്. ഈ മാർച്ച് 23-നാണ് +1 പരീക്ഷ. ഇതെഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ മാത്തമാറ്റിക്സിൻ്റെ ആശംസകൾ. ഇവിടെ ഓരോ ചാപ്റ്ററിനും പ്രധാനപ്പെട്ട ആശയങ്ങളടങ്ങുന്ന കോൺസെപ്റ്റ് പ്രകാരമുള്ള നേരത്തെ സൂചിപ്പിച്ച മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഓരോ വീഡിയോ ആയാണ് ക്രമീകരിക്കുന്നത്. ഓരോ വീഡിയോയും ആവർത്തിച്ച് കാണുന്നവർക്ക് അതാത് ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.